ബോട്ട് യാത്ര തുടങ്ങി. ഇപ്പോൾ മറ്റ് ബോട്ടുകളൊക്കെ പോകുന്നതാണ്. ഇപ്പോൾ ബോട്ട് യാത്ര തുടങ്ങി. ഇപ്പോൾ നമ്മൾ കുറേ ഇത് കാണാം. അത് പോർട്ടാണ്, പുതുച്ചേരി പോർട്ടിൻ്റെ ഭാഗമാണ്. ആ പോർട്ടിൻ്റെയൊക്കെ ഭാഗം കാണാം. പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് നല്ല കാഴ്ചകളുണ്ട്. ഇതാ പോർട്ടിൻ്റെ ക്രെയിൻ കണ്ട മറ്റേ ഫിഷിംഗ് ഹാർബർ, ഫിഷിംഗ് ബോട്ടുകളൊക്കെയാണ് ഇവിടെ. മറ്റേ അങ്ങോട്ട് കടലിലേക്ക് പോണ റൂട്ടാണ്. കടലിലേക്ക് പോണ റൂട്ട് നമ്മൾ കയറിയ സ്ഥലം അവിടെയാണ്. അവിടത്തത് ഇനി കാണാം. നല്ല കയറിയ സ്ഥലത്ത് കുറച്ച് ദൂരം എത്തി. പിന്നെ ഈ സൈഡ് പോർട്ടിൻ്റെ സൈഡാണ്. ഫിഷിംഗ് ഹാർബർ മറ്റേ പോർട്ടിൻ്റെ ഒക്കെ ഒരു നല്ല മനോഹരമായ ഒരിതാണ്, കാഴ്ചകളാണ്. ഇനി ഇത്രയും നല്ല മനോഹരമായ കാഴ്ചകളില്ല. അപ്പോൾ കുറച്ച് പേര് ആ ബോട്ടിൽ ഡാൻസ് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ കുറച്ച് പേര് നല്ല എൻജോയ്മെൻറ്റോടെ പോവുകയാണ്. പല ബോട്ടുകളുടെ വലിയ ബോട്ടുകൾ. എന്തൊരു കുലുക്ക്! നല്ല അനുഭവത്തെ നല്ല എൻജോയ് ചെയ്ത് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന നല്ല എന്തൊരു എന്തൊരു ആസ്വദിച്ച് പോകാൻ പറ്റുന്ന നല്ലൊരു ബോട്ട് യാത്ര കാണാം. നല്ലൊരു ബോട്ട് യാത്ര. മീൻ പിടിക്കുന്നത് കാണാം. മീൻ പിടിക്കുന്നതൊക്കെ കണ്ട് നമ്മൾ മീൻ പിടിക്കുന്നത് കണ്ട് പോവുകയാണ്. നല്ല രീതിയിൽ ആസ്വദിച്ച് മറ്റ് ബോട്ടുകളും കാണാം. നമ്മളിപ്പോൾ മീൻ പിടിക്കുന്നത് കാണാം. നല്ല ഇത് ഹാർബർ ആണ്, ഫിഷിംഗ് ഹാർബർ. ആ ഫിഷിംഗ് ബോട്ടുകളുടെ അയ്യോ ഈ ബോട്ടുകൾ പോകുന്നു. എന്തൊരു ആസ്വദിച്ച് പോകാൻ പറ്റുന്നു. ആസ്വദിച്ച് പോകാൻ പറ്റുന്നൊരിതാണ്. നല്ല മനോഹരമായ ഇത്രയും നല്ല മൺട്രോ തുരുത്തിൽ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. മൺട്രോ തുരുത്ത് ബോട്ട് യാത്രയിൽ പോലും മൺട്രോ തുരുത്തിലും പോണ ഇതിൽ പോലും ഇപ്പോഴാണ് ഈ പുതുച്ചേരിയുടെ ഇതിൽ കിട്ടിയപ്പോൾ ഒരു കേരളത്തിൻ്റെ അതേ രീതിയാണ്. നമ്മൾ കേരളത്തിൻ്റെ അതേ രീതി കൊല്ലത്തെ ആ തുരുത്തിപ്പോയ ഒരു ഫീലിംഗ് ഇത് വരുന്ന ആലപ്പുഴയുടെ അത് രീതി വരുന്നു. ഇവിടെയും അതേ രീതി തന്നെ. വീണ്ടും അടുത്ത ആ കുലുക്കമാണ് ഇപ്പോഴും ആ ഫീലിംഗ്. നല്ല അവിടെ ഫിഷിംഗ് ഹാർബർ കാണാം. ഓരോ യാത്രക്കാരെ കണ്ട് നമ്മൾ പോവുകയാണ്. അടുത്ത നല്ല മനോഹരമായ ആ പ്രകൃതി കണ്ടാലൊരു കേരള പോലെ ഇത്രയും നല്ല മനോഹരമായി. നേരത്തെ നല്ല ആസ്വദിച്ച് പോയി. ഇത്രയും നല്ലൊരു ബോട്ട് ഇങ്ങനെ ഒരു എൻജോയ് ചെയ്തുള്ള യാത്ര ശ്രദ്ധിച്ചില്ല. ഒരു കുലുക്കം പോലെ ഒരു മൈ യൂട്യൂബ് ചാനൽ നിഖിൽ ലാലി ബ്ലോഗ്. ഇത്രയും നല്ല കാഴ്ചകളില്ല. ഒരാളെ ഫോട്ടോ എടുക്കുന്നത് കാണാം. പക്ഷേ നമ്മുടെ ആ വ്യൂ എൻ്റെ പ്രകൃതി ഇത് കാണാം. ഇനിയാണ് മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ കാഴ്ചകൾ. മറ്റേ ഇവിടെ കേരളത്തിൻ്റെ അതേ എഫക്റ്റ്, ആലപ്പുഴയുടെയും കൊല്ലത്തിൻ്റെ അതേ എഫക്റ്റാണ്. അടുത്തത് നേരത്തെ കുലുങ്ങിയ പോലെ അവിടെ അടുത്തതും കുലുങ്ങുന്നത് കാണാം. ആ നേരത്തെ വന്ന പോലെ നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന മാംഗ്രൂവ് ഫോറസ്റ്റിനകത്തേക്ക് കയറാൻ പോവുകയാണ്. മാംഗ്രൂവ് ഫോറസ്റ്റിനകത്തേക്ക് കയറാൻ പോണു. ഇപ്പോൾ കാണാം ഇപ്പോൾ കണ്ടൽക്കാടുകൾ. നമ്മൾ കഴിഞ്ഞ ഇവിടെ പോയപ്പോൾ മാംഗ്രൂവ് ഫോറസ്റ്റിനകത്ത് കയറിയില്ല. മറ്റേ സാമ്പ്രാണിക്കുടി പോയപ്പോഴും മൺട്രോ തുരുത്ത് പോയപ്പോഴും നമ്മൾ അതേപോലെ പോണ്ടിച്ചേരിയിൽ ഞാൻ കാണിച്ചു തരികയാണ്. നല്ല മനോഹരമായ കണ്ടൽക്കാടുകൾ
കണ്ടോളൂ എല്ലാവരും. മനോഹരമായ കണ്ടൽക്കാടുകൾ കണ്ടോളൂ, കണ്ടോളൂ. മനോഹരമായ ആ ഒരു ഇത് കാണാം. അടുത്ത മനോഹരമായ ഒരിത് കണ്ടൽക്കാടിനകത്തുകൂടി കയറുമ്പോൾ ആ ഒരിത് കൊല്ലം ഡിസ്ട്രിക്റ്റിലുള്ള അതേ ആ മൺട്രോ തുരുത്തിലെ അതേ എഫക്റ്റ് ഇവിടെയും ഫീൽ ചെയ്യുകയാണ്. മൺട്രോ തുരുത്തിലെ ആ എഫക്റ്റാണ്. ഓ, എത്തിയപ്പോൾ ആ കൊല്ലത്ത് അതേ എഫക്റ്റ് ഫീൽ ചെയ്യുന്നു ഇവിടെയും. ആ സെയിം എഫക്റ്റ് പുതുച്ചേരിയില്ല. അങ്ങനെ ഇത്രയും നല്ല രീതിയിൽ കണ്ടൽക്കാടുകൾ കണ്ട് ആസ്വദിച്ച് പോവുകയാണ്. നല്ല പ്രകൃതി ഇതായ ഒരിത്, നല്ല ഇത്രയും മനോഹാരിതമായ ഇത് ഇല്ല, ഇത്രയും ആ ഫീലിംഗ് ഇല്ല. കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടി പോകുമ്പോൾ ആ ഒരു മധുരം ലയിച്ച് പോണ പോലെയാണ്. മധുരം ലയിച്ച് നമ്മൾ യാത്ര ചെയ്യുക. ഓരോ ഇത് കാണുമ്പോഴും കൊല്ലത്ത് ആ തുരുത്തിൽ പോണം, മൺട്രോ തുരുത്തിലുള്ള അതേ എഫക്റ്റാണ് ഫീൽ ചെയ്യുന്നത്. കാണാം, കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണ്. കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടി ഒരു യാത്രക്കാരുമായ അടുത്ത ബോട്ട് വന്ന് കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടി എല്ലാം നല്ല രസമുണ്ട്. ഇത്രയും നല്ല ആ ഭംഗിയായ ഒരിത് കണ്ടിട്ടില്ല. കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടി ഉള്ളൊരു യാത്ര ഇത്രയും നല്ല രീതി കിട്ടിയിട്ടില്ല. ഇത്രയും ആംബിയൻസ് കിട്ടിയിട്ടില്ല. ഇത്രയും നല്ല മനോഹരമായ കണ്ടൽക്കാടിൻ്റെ ഫോട്ടോയും എടുക്കുകയാണ്. ഇത്രയും നല്ല ആ മനോഹാരിതമായ ആ അവിടെ നോക്കുമ്പോൾ കുറച്ച് ആ തെളിമയുള്ള കണ്ടൽക്കാടിൻ്റെ ആ ഇത് കാണാം. നല്ല തെളിമയുള്ള തെളിമയുള്ളത് കാണാം. പിന്നെ ഇത്രയും നല്ല മനോഹരമായ ഒരിത് കണ്ടു നമ്മൾ പോവുകയാണ്. ഒരുതമായ ബൈ ദിസ് 1 minute. വീണ്ടും കണ്ണു ചെയ്തു. അടുത്ത ഇത് മനോഹരമായ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടി എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. നല്ല ആ കാഴ്ചകൾ കണ്ട് പോകാൻ പറ്റുന്നു. അവിടെ കുറേ കണ്ടൽക്കാട് ഏകദേശം നല്ല രീതിയിൽ അവർ പ്രൊട്ടക്റ്റ് ചെയ്താൽ നിർത്തിയേക്കുന്ന പോണ്ടിച്ചേരി ഗവൺമെൻറ് അവരോട് താങ്ക് യു വെരി മച്ച്. പോണ്ടിച്ചേരി ഗവൺമെൻറ് ഇത്രയും നല്ല രീതിയിൽ കണ്ടൽക്കാടുകൾ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക എന്ന് വെച്ചാൽ കണ്ടൽക്കാടിൻ്റെ ആ സാന്നിധ്യത നല്ല രസമുള്ള ആ ഒരു ഇതും കാണാം. കണ്ടൽക്കാടിൻ്റെ ആ ഒരിത് ആസ്വദിച്ച് പോകാൻ പറ്റുന്നുണ്ട്. വീണ്ടും അതിൻ്റെ ഇടയിൽ കൂടി കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടി പോകുമ്പോൾ കേരളത്തിൻ്റെ അതേ ചൊവ്വ കിട്ടുന്നുണ്ട്. കേരളത്തിൻ്റെ അതേ ഫീലിങ്സ് ഇവിടെയും കിട്ടുന്നുണ്ട്. നമ്മുടെ സ്വന്തം മലയാളം നാടായ കേരളത്തിൻ്റെ അതേ ഫീലിംഗ് വായിൽ കയറി വരുന്നു. കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടി പോകുമ്പോൾ ആ ഒരു ഫീലിങ്സ് വരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ആ ഒരു പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് പോയി അങ്ങോട്ടേക്ക് നല്ല പ്രകൃതി ആ ഒരു ഇരുണ്ട അന്തരീക്ഷം നല്ല ഇത് റംബ പിടിച്ചാച്ച് പുതുച്ചേരി മാംഗ്രൂവ് ഫോറസ്റ്റ് റംബ പിടിച്ചാച്ച് நல்லா இருக்கு. நம்ம ஸ்தலம் நல்லா இருக்கு. நல்லா പ്രകൃതി സൗന്ദര്യമാ റംബ പിടിച്ചിടും. വാ ഒരു വീണ്ടും അതേ ഇത് പോവുകയാണ്. ഇത്രയും നല്ലതോ അതേ ഇതിൽ എൻജോയ് ചെയ്ത് കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടി ആ പ്രകൃതി മനോഹരിതം സ്മെല്ലറിഞ്ഞ് പോവുകയാണ്. ആ ഒരു ആസ്വദിച്ച് പോവുകയാണ്. താങ്ക് യു വെരി മച്ച്. ബൈ ഫ്രണ്ട്.